അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. 1.5 കൊല്ലം മുമ്പ് നമ്മളെ ചാനലിൽ നമ്മളെ പറമ്പിലെ ഈത്തപ്പന വിളഞ്ഞതും അതിൻ്റെ ഈത്തപ്പഴം ഒക്കെ നമ്മൾ ചാനലിലൂടെ വിട്ടിരുന്നു. പക്ഷേ ഈത്തപ്പഴം പിന്നെ പഴുത്തതിന് ശേഷമുള്ള വീഡിയോസൊന്നും നമ്മൾ വിട്ടിരുന്നില്ല. ഇപ്പോൾ ഈത്തപ്പഴം ഏകദേശമായി കുറേ മരത്തിലൊക്കെ ഈത്തപ്പഴം കഴിഞ്ഞു പോയി, പലരും പറിച്ചു പോയും കൊഴിഞ്ഞു പോയതൊക്കെ ആയിട്ട് ഇനി കുറഞ്ഞ മരത്തെ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ വിടാമെന്ന് കരുതി വിടുകയാണ്. ഇതുണ്ടോ, മുകളിലായതുകൊണ്ട് ആളുകൾക്ക് പറിക്കാനും കഴിയുന്നില്ല. കൊല താനേ ഉണങ്ങി ഇങ്ങനെ കൊഴിഞ്ഞാടി പോവുകയാണ്. ഇവിടെയൊക്കെ നല്ല കുറേ ഉണ്ട്, പക്ഷെ ആർക്കും പറിക്കാൻ കഴിയുന്നില്ല. കാരണം അത്രക്കും ഉയരത്തിലാണിതുള്ളത്. ഇതൊക്കെ വലിയ മരമാണ്, ഈത്തപ്പഴത്തിൻ്റെ വലിയ മരമാണ്. ഇതിനേക്കാൾ വലുതുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ വലിയൊരു തെങ്ങിൻ്റെ വലുപ്പത്തിലുള്ള മരങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അല്ല, ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലുത മരങ്ങളാണ് കാണിച്ചത്. ഈ മരത്തിലുള്ള ഫുള്ള് ഇതിൻ്റെ ഈത്തപ്പഴത്തിൻ്റെ കളറ് തന്നെ കറുപ്പാണ്. പിന്നെ പഴുത്ത് ആലും ഒന്നും തിരിയില്ല, അങ്ങനത്തെ ഒരു തറാണ്. വീഴുന്നുണ്ട്. ഇവിടെ കണ്ടോ, ചെറിയൊരു തൈ, നല്ല മധുരമുള്ളതാണ് ഇത്. കൂടുതൽ വലുപ്പമില്ലാത്ത മരം. അത് പല ആൾക്കാരും വരുന്നവരൊക്കെ പറിച്ചു പോയി തീർന്നിട്ടുണ്ട് ഏകദേശം. ചെറിയൊരു മരം. ഇവിടുത്തെ ഈത്തപ്പഴത്തിൻ്റെ ഒരു ഇത് ഞാൻ കണ്ടത്, നമ്മളെ നാട്ടിൽ വാഴക്കുലൊക്കെ പഴുക്കുക പറഞ്ഞാൽ ഒരു കൊലയിലെ എല്ലാ പഴവും ഒരുമിച്ചാണല്ലോ പഴുക്കൽ. ഇത് ഇനി പരാഗണം ചെയ്ത് കൊടുക്കുക അല്ലെ മറ്റു മെയിൻ്റനൻസ് പ്രവർത്തനങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ടാണോ വളമിട്ടെടുക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല. ഇത് പലതും പല സമയത്താണ് പഴുക്കുന്നത്. കുറേ നമ്മളെല്ലാം പാടെ പഴുത്തിട്ട് നമുക്കിത് ഒന്നായിട്ട് കൊല വെട്ടാമെന്ന് കരുതിയാൽ നടക്കില്ല. കാരണം കുറേ എണ്ണം പഴുത്ത് കുറേ കൊഴിഞ്ഞാടും, മറ്റേ ഇങ്ങനെ ആക്കും പോലെ പഴുക്കും, ചിലത് പഴുക്കാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പം എല്ലാം പാടെ ലാസ്റ്റത്തെ പഴുത്തിട്ട് നമുക്ക് വെട്ടാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റിൽ ചിലപ്പോൾ ഒരു 10% ഉണ്ടാവുള്ളൂ. അത്ര ആ ഒരു രൂപത്തിലാണ് ഇവിടുത്തെ ഇത് കാണുന്നത് കേട്ടോ. എന്താണ് അറിയില്ല. ഇത് താഴത്തുള്ളൊരു കൊലയാണ്, നല്ല മധുരമുള്ളതാണ്. ഇതിമേൽ എപ്പോഴും തേനീച്ചനെ കാണുന്നുണ്ട്. കാരണം നല്ല മധുരമുള്ളതായതുകൊണ്ടായിരിക്കണം ആളുകളൊക്കെ പറിച്ചു പോകുന്ന ഒരു ഇതാണ്, ഒരു കൊലയാണിത്. അതിനപ്പുറത്തുള്ള മരത്തിന് വേണ്ടോ, നിറം കറുത്ത കളറിലാണ്, ഒരു വയലറ്റ് നിറത്തിലാണിത്. ഇതിൻ്റെ പച്ച തന്നെ. പിന്നെ പഴുത്താൽ നമ്മൾ അറിയില്ല. ഇവിടെ നല്ല കൊല ഉണ്ട്, പക്ഷേ ഇതൊന്നും വലിയ മധുരമില്ല എന്ന് തോന്നുന്നുണ്ട്. ഏതായാലും ഇതിന് വലിയ കോളാറ് കാണാറില്ല. ചിലത് നല്ല മധുരമുള്ളതായത് കൊണ്ടാണ് പെട്ടെന്ന് ആളുകൾ കൊണ്ടുപോകുന്നത്. ഇതാർക്കും കൊണ്ടുപോകാൻ പറ്റുന്നൊരു തൈകളാണ്. നമ്മളും വെട്ടാറുണ്ട് ചിലപ്പോൾ. ഈ തൈകളൊക്കെ ആരും കുഴിച്ചിട്ടതല്ല, അത് എല്ലതും അങ്ങനെയല്ല, ചിലതൊക്കെ അധികവും ഇതൊക്കെ ഇങ്ങനെ തൈകൾ ഉണ്ടായാണ്ട് ഇങ്ങനെ വലുതായി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഭാരം കൂടുമ്പോൾ അത് മറിഞ്ഞു വീഴുകയാണ്. അവിടെ അങ്ങനെ മറിഞ്ഞു വീണ ഒരു മരം അതവിടെ. ഇതിമേലും ഈത്തപ്പഴ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിമത്തെ കൊല ആരോ വെട്ടിപ്പോയതാണ്. ഈ വീണ് കിടക്കുന്ന മരത്തുമ്മ വരെ കൊല ഉണ്ടായിരുന്നു, അതൊക്കെ ആരോ വെട്ടിപ്പോയി.
ഇതൊക്കെ വീഴുന്നത് ഇങ്ങനെ തന്നെയാണ്. ആരും അടിയിലേക്ക് ആഴത്തിൽ കുഴിച്ചിടാത്തത് കൊണ്ട്, മുകളിൽ നിന്ന് തന്നെ മുളച്ച് പൊന്തി വരുന്ന തൈകളായതുകൊണ്ട് ഉറപ്പില്ലാതെ വീഴാണ്. ഇവിടെ വെള്ളം കെട്ടിക്കിടന്നിരുന്നു മഴ പെയ്തപ്പോൾ. അപ്പോൾ ഉറപ്പ് പോയി നഷ്ടപ്പെട്ടാണ്ട് മരം താഴോട്ട് വീണാണ്. പിന്നെ ഈ ഈത്തപ്പന മരം എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ തെങ്ങ് പോലെ ഒറ്റത്തടി മാത്രമല്ല, ചിലത് ഇരട്ടത്തടിയുണ്ട്. അതൊക്കെ പിന്നീട് നമ്മളെ പഠനത്തിൽ മനസ്സിലായതാണ്. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, മാറൂഷാത്തിൻ ഗൈറ മാറൂഷാത്തിൻ. രണ്ടും വരുന്നതാണ് ഈത്തപ്പഴം എന്നാണ് എൻ്റെ പഠനത്തിൽ കിട്ടിയത്. കണ്ടോ, ഇത് ഒറ്റത്തടിയല്ല, ഇതിന് ഒന്നിലധികം ചില്ലകൾ ആയിട്ട് മുളച്ച് വരുന്നുണ്ട്. ഞാൻ പണ്ട് വിചാരിച്ചിരുന്നത് ഇത് ഇത്തൽ കണ്ണി പോലെ അതിൻ്റെ ഇടയിൽ ഈത്തപ്പഴത്തിൻ്റെ കുരു വീണാണ്ട് മുളച്ച് വരാമെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, ഇത് ഒറ്റത്തടിയല്ല, ഒന്നിലധികം ചില്ലകൾ വരുന്ന ഈത്തപ്പഴന്മാരാണ്. കണ്ടോ, ഇതിമലൊക്കെ കുറേ ഉണ്ടായിരുന്നു നല്ല മധുരമുള്ളത്, അത് പോയി തീർന്ന്. അധികം വീണ് പോകുന്നതാണ്, പഴുത്തിങ്ങനെ വീണാണ്ട് പോകും. ഇതിമെന്ന് നമ്മൾ കുറേ കുലുക്കി തള്ളിയിട്ട് അടിയിൽ മുണ്ട് വിരിച്ചാണ്ട് കുറേ ശേഖരിച്ച് വീട്ടിൽ കൊണ്ടുപോയിന്. നല്ല മധുരമുള്ളതാണിത്. ഇനി നമ്മൾ ചെറിയൊരു കുരുന്ന് പോലത്തെ ഈത്തപ്പഴത്തിനെയാണ് കാണിച്ചു തരാൻ പോകുന്നത്. കേടാ, ചെറിയ നമ്മളെ മൊച്ചിങ്ങൻ്റെ മുട്ടുണ്ടായല്ലേ, മൊച്ചിങ്ങൻ്റെ കൊല, നമ്മളെ തേങ്ങൻ്റെ പൂക്കൊല, അതേപോലത്തെ കൊലയാണ് ഈത്തപ്പഴത്തിൻ്റെ. ഇത് അതിൻ്റെ പൂർണ്ണ വലിപ്പം ഇത്ര തന്നെയാണ്, ഇതിലപ്പുറം ഇനി വലുതാവില്ല. അങ്ങനെ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് തൊട്ടപ്പുറത്തെ ഒരു അറബിയുടെ വീട്ടിലെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഈത്തപ്പന മരമാണ്. അതിന് വലയിട്ട് കൊടുത്തിട്ടുണ്ട്, മറ്റെല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ദൃശ്യം കൂടി നമുക്ക് കാണാം. അവിടുന്ന് അദ്ദേഹം ഈത്തപ്പഴം പറിക്കുകയാണ്.